ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം മുത്തുമണികളെ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു അടിപൊളി ടിപ്സും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ അതേ അടിച്ചൊക്കെ വരലൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ. അപ്പോഴാണ് വിചാരിച്ചത് ഇന്നിപ്പോൾ വീഡിയോ ഒന്നുമില്ല, അപ്പോൾ അങ്ങനെ വ്ളോഗ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ സുഡാപ്പിയും പാത്തൂസൊക്കെ എണീറ്റ് ഇവിടെ ഫിഷ് ടാങ്കിൽ മീൻ ഇട്ടിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത്. ഫിഷ് ടാങ്ക് കുറച്ച് ലീക്ക് ഉണ്ട്, അപ്പോൾ ഒന്ന് ശരിയാക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വേഗം വന്നത് ഇപ്പോൾ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ പൂരി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സുഡാപ്പിക്ക് വൈകിട്ടായ കാരണം അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ പൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ സമ്മതിച്ചില്ല. എണീറ്റ് വന്നത് തന്നെ പറഞ്ഞു ഇന്ന് പൂരി വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പൂരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതമ്പ് പൊടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഗോതമ്പൊക്കെ ഇനി വെടിച്ച് ഉണക്കി പൊടിച്ചിട്ടൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ലൂസ് മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മൈദപ്പൊടിയിലാണ് കേട്ടോ പൂരി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ അതേ പൂരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട തിളപ്പിച്ചതും ഒക്കെ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായയാണേ. അപ്പോൾ അങ്ങനെ പാത്തൂസിനും സുഡാപ്പിക്കും ചായ കൊടുത്തിട്ടുണ്ട്. ദിലു കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ടിപ്സും കൂടി ഉണ്ടെന്ന്, അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്കിവിടെ സ്റ്റീൽ ഗ്ലാസ് ആണ് വേണ്ടത്. പിന്നെ ചെറിയൊരു പാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കമത്തി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറുനാരങ്ങ വെച്ചിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ലൈം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പിഴിയാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ചെറുനാരങ്ങ നമ്മൾ കൈ വെച്ച് പിഴിയുമ്പോൾ നമുക്ക് നല്ല നീര് കിട്ടണമെന്നില്ല. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ചെറുനാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നീര് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതേ കണ്ടില്ലേ, 2-2 ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ തൊണ്ടിലൊന്നും തീരെ തന്നെ നീരുമില്ല, ഒന്നുമില്ല കേട്ടോ. ആ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ കാണിച്ചതേ കണ്ടോ, വെറും ചെറിയ 2 ചെറുനാരങ്ങയിൽ നിന്നാണ് ഇത്ര അധികം നീര് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ ഞാനിതേ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പി കുറച്ച് ദിവസമായിട്ടോ സോഡ മേടിച്ച് തരാൻ പറയുന്നത്. സോഡ ഇപ്പോൾ ഞാൻ മഴയൊന്നും തുടങ്ങി പിന്നെ അങ്ങനെ സോഡയൊന്നും മേടിച്ച് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ അധികമൊന്നും അങ്ങനെ കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് സോഡയും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഡാപ്പിക്ക് ദിലൂന് മധുരം ഇടണം, സുഡാപ്പിക്ക് ഉപ്പ് വേണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉപ്പാണ് കേട്ടോ ഇഷ്ടം, മധുരം അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ദിലൂനുള്ളതൊരു ഗ്ലാസ് അവിടെ മാറ്റി കൊടുത്തതിൻ്റെ ശേഷം ഞാനിത് ഉപ്പിട്ടിട്ട് ഞങ്ങൾ കലക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തൂസിനും സുഡാപ്പിനൊക്കെ അത് കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ഇതേ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസ് കുക്കറിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക്, ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഒന്ന് ചിക്കൻ മേടിച്ചു. അപ്പോൾ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വാട്ടിയെടുത്തിട്ടുള്ളത്. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല അങ്ങനെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ, വലിയൊരു തക്കാളിയാണ്, അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇതിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 2 സെക്കൻഡ് ഒന്ന് വെക്കുമ്പോൾ തന്നെ ആ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ അതിലേക്ക്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ കറി വെക്കുകയാണെങ്കിലും മസാല ഒക്കെ പുരട്ടി നമ്മളൊരു അരമണിക്കൂർ അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പൊരിച്ചൊരു ചിക്കൻ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, മുളക് ഉപ്പൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്കുള്ള ഉപ്പാണ് കേട്ടോ. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വിസിലൊക്കെ അടിച്ചെടുത്ത്
പിന്നെ ചൂടാറിൻ്റെ ശേഷമാട്ടോ ഞാൻ കാണിക്കുന്ന കറിയൊക്കെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.